ജമ്മുവിലെ ആർഎസ്പുരയിൽ മലയാളി വൈദികന് നേരെ ആക്രമണം. പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെ ക്രിസ്മസ് തലേന്നാണ് ആക്രമണമുണ്ടായത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. ആക്രമണത്തിന് പിന്നിൽ ബിജെപി പ്രവർത്തകരെന്ന് വൈദികനും കുടുംബവും ആരോപിച്ചു. വൈദികന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത മലയാളി വൈദികൻ ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസ്. അതുകൊണ്ട് അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല. ആ സ്ഥലത്ത് സുധീറിനെ അവിടെ വിളിച്ചു വരുത്തി ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഉള്ള ഒരു ചേർന്നുള്ള ഒരു ആരാധനയാണ് ക്രമീകരിച്ചിരുന്നത്. ആ ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെൻറ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇതിപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ആക്രമണം ഇത് എവിടെ നിന്നാണ്? നമുക്ക് 2 സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒന്ന് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റൊന്ന് ജമ്മു കാശ്മീരിലുമായിരുന്നു. ജമ്മു കാശ്മീരിൽ ക്രിസ്മസ് തലേന്നായിരുന്നു ഇത്തരത്തിൽ വൈദികന് നേരെ ആക്രമണം ഉണ്ടായത്. പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേരെ BJP-ക്കാർ ആക്രമണം നടത്തുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം നടത്തി ആക്രമണം നടത്തിയെന്നതാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ വൈദികൻ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. കുടുംബത്തിനും അതുപോലെ തന്നെ ബേബി ജേക്കബ് വൈദികനുമെതിരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് നടന്നത്. 2 ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഇപ്പോഴും അദ്ദേഹം വിശ്രമത്തിൽ തന്നെ തുടരുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷവുമായി ജമ്മു കാശ്മീരിലുള്ളയാളാണ് ഈ ബേബി ജേക്കബ് എന്ന് പറയുന്നത്. അതേസമയം മധ്യപ്രദേശിൽ ഇത്തരത്തിലൊരു ക്രിസ്മസ് അതുപോലെ തന്നെ പുതുവത്സര പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മലയാളി വൈദികനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൈദികന്റെ ഭാര്യയായ ജാസ്മിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാദർ സുധീറാണ്. അദ്ദേഹം തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ്. നിർബന്ധിത മതപരിവർത്തന അടക്കമാണ് അദ്ദേഹത്തിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. കേസ് എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം മറ്റ് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. അവർ പ്രാദേശിക വൈദികരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അതിക്രമം നമുക്കറിയാം. ഉത്തരേന്ത്യയിലടക്കം ഈ ക്രിസ്മസ് സമയത്ത് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നിരുന്നു. പ്രധാനമന്ത്രി ദേവാലയം സന്ദർശിക്കുന്ന വേളയിലും ഇത്തരമുള്ള അതിക്രമങ്ങൾ തുടരുന്നത് ആശങ്കയെന്ന ഈ മതപുരോഹിതന്മാരും അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരടക്കം പ്രതികരിച്ചിരുന്നു. പക്ഷേ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇത്തരം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ വൈദികരടക്കം കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം FIR-ന്റെ പകർപ്പ് ഇതുവരെ നൽകിയിട്ടില്ലെന്നും CSI പ്രതിനിധികൾ വ്യക്തമാക്കുന്നുണ്ട്. അമൃത. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.